നമ്മൾ പല കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? പല കാര്യങ്ങൾക്കും നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനോട് പറയണം, നല്ലൊരു സമയത്ത് ദുആ ഇറക്കണമെന്ന് നാം വിചാരിക്കുന്നില്ലേ? ഇതാ അറഫയുടെ ദിവസം, അറഫയുടെ ദിവസത്തെ ദുആ അത് ഖൈറായ പ്രാർത്ഥനയാണ്, ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്, ഉന്നതമായ പ്രാർത്ഥനയാണ്. കൈനീട്ടിക്കോ, അള്ളാഹു തട്ടാത്ത ദിവസമാണ് അറഫയുടെ ദിവസം. രണ്ടാമത്, അറഫയുടെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി നരകമോചനം നടത്തുന്ന ദിവസമാണെന്ന്, അതിനേക്കാൾ നരകമോചനം നടത്തുന്ന ദിവസമില്ലെന്ന് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാവരും നരകമോചിതരാകാൻ ആഗ്രഹിക്കുന്നവരല്ലേ? അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ മോചനം നൽകപ്പെട്ട അടിമകളുടെ പട്ടികയിൽ നമുക്ക് ഉൾപ്പെടണം. അതാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അറഫയുടെ ദിവസം അല്ലാഹു ധാരാളമായി നരകമോചനം നൽകുന്ന ദിവസമാണ്. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ, അല്ലാഹുവിന്റെ അരികിലേക്ക് പോകാൻ വേണ്ടി ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ മൂന്ന് ആളുകളെ, ആ മനുഷ്യരിൽ നിന്ന് മൂന്ന് വിഭാഗം ആളുകളെ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യുമെന്നാണ്. മലക്കുകൾ അവരുടെ കൈ പിടിക്കുമെന്നാണ്, മലക്കുകൾ അവരെ ആലിംഗനം ചെയ്യുമെന്നാണ്. ആ കൂട്ടത്തിലെ ഒരു വിഭാഗം അറഫയുടെ ദിവസം നോമ്പെടുത്ത ആളുകളാണെന്ന് മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചു തരുകയാണ്. അറഫയുടെ ദിവസം നോമ്പെടുത്ത ആളുകൾ അവര് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് പോകുന്ന ദിവസം അവരെ മലക്കുകൾ ആലിംഗനം ചെയ്യും.